2 ദിവസം മുമ്പാണ് കുക്കു എനോല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡിയുടെ അക്കൗണ്ടിനകത്ത് ഞാൻ ഈ ബാല അമൃത ഇഷ്യൂവിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ കണ്ടത്. അപ്പോൾ ആ ലേഡി അമൃത ആൻഡ് അഭിരാമി അവരുടെ ഫാമിലിയുടെ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്ത് പോകുന്നു. ആൻഡ് അവരോട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ അവർക്ക് കുറേ അധികം കാര്യങ്ങൾ അറിയാം. അവരുടെ കയ്യിൽ തെളിവും കാര്യങ്ങളും ഉണ്ട്. നേരിട്ട് ആരെങ്കിലും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ തെളിവും കാര്യങ്ങളും ഡയറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കാം. സോഷ്യൽ മീഡിയയിൽ ഇടുന്ന അങ്ങനത്തെ പരിപാടികളില്ല, നേരിട്ട് കാണിച്ചു കൊടുക്കാം എന്നാണ് ആ ലേഡി വീഡിയോയിനകത്ത് പറയുന്നത്. അപ്പോൾ അവരത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അത്രയും ബോൾഡായിട്ട് വന്നിരുന്നിട്ട് കുറേ അധികം കാര്യങ്ങൾ, കുറേയൊക്കെ അവർ തന്നെ നേരിട്ട് കേട്ടതും കണ്ടതുമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ അവരറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ എന്താണെങ്കിലും 1-2 ദിവസം എടുത്തിട്ട് ഇതൊന്ന് നോക്കി കംപ്ലീറ്റ്ലി. ഓക്കെ, ഇവരെന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, ഇവർ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളത്, അതാണ് ഞാൻ 2 ദിവസം എടുത്തത്. കുറേ പേര് ഇതിലെന്താണ് ഈ വീഡിയോ ചെയ്യാത്തത്, എനിക്ക് ഇതിലൊന്നും പറയാനില്ലേ, എൻ്റെ ബാലച്ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജസ് എനിക്ക് വരാറുണ്ടായിരുന്നു. കുറേ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി അഭിരാമിയുടെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ടു. അമൃത ഹോസ്പിറ്റലിലാണ്. ഓക്കെ, അപ്പോൾ ചെസ്റ്റ് പെയിൻ കാര്യങ്ങൾ അങ്ങനെയാണ് എനിക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. ഓക്കെ, ഹാർഡ് ടൈമാണ്. ഓക്കെ, ഹാർഡ് ടൈം എന്ന് പറഞ്ഞാൽ വളരെ ഹാർഡ് ടൈമാണ്. സോ അത് സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ആ ഒരു പെയിൻഫുൾ കാര്യമാണ്. അത് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. ആൻഡ് ഞാൻ ബാലച്ചേട്ടൊരു വീഡിയോ ഉണ്ട്. ഞാൻ എഗെയിൻ നിങ്ങളോട് പറയുന്നു, ബാല എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ ബാലച്ചേട്ടൻ എന്നും പറയും, ബാല എന്നും പറയും. അതിൽ നിങ്ങൾ ഇനി അത് വെച്ചിട്ട് എന്നെ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, കാരണം നമ്മൾ ബാലച്ചേട്ടൻ എന്ന് പറഞ്ഞത് പെട്ടെന്ന് മാറ്റാനൊന്നും പറ്റുന്ന കാര്യമല്ല. ഓക്കെ, ആൻഡ് ഞാൻ തന്നെ വീഡിയോയിൽ ബാല എന്നും ബാലച്ചേട്ടൻ എന്നൊക്കെ പറഞ്ഞു പോകാറുണ്ട്. സോ ആ യൂസ് ചെയ്യുന്ന സാധനത്തിൻ്റെ മുകളിൽ പിടിച്ച് കയറി വന്നിട്ട് ഇനി എൻ്റെ നെഞ്ചത്ത് പൊങ്കാല ഇടാനാണെങ്കിൽ ഇട്ടിട്ട് പോയിക്കോ, ഐ ഡോണ്ട് കെയർ. പൊങ്കാലയ്ക്ക് വലിയ കുറവൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ആക്ടർ ബാലയുടെ അക്കൗണ്ടിനകത്ത് ഒരു വീഡിയോ 2 ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. മൈ വേർഡ് ഈസ് എ വേർഡ്, ഐ ഷാൽ ലീവ് ആൻഡ് ലീവ് സൂൺ പീസ്ഫുള്ളി, അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ, ഗോഡ് ബ്ലെസ് ഓൾ. ശരിക്കും ബാല എന്ന് പറഞ്ഞ വ്യക്തിയാണ് സിറ്റുവേഷൻ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ബാലച്ചേട്ടൻ ഒരു വീഡിയോ ഇട്ടു, കുട്ടിയുടെ വീഡിയോ വന്നതിന് ശേഷം. അതിനകത്ത് ഇങ്ങനെ ആ കുട്ടിയെ ഇങ്ങനെ ഞാൻ തന്നെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഇങ്ങനെ എറിഞ്ഞെടുക്കില്ലേ, അങ്ങനത്തെ 1-2 സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം വീണ്ടും വന്ന് ഞാൻ കുറേ ഫൈറ്റ് ചെയ്തു, എൻ്റെ ചോരയാണെന്ന് പറഞ്ഞ് വീണ്ടും ഒരു വീഡിയോ. അവർ കൃത്യമായി പറയുന്നുണ്ട് ഈ വീഡിയോ ഇറിറ്റേറ്റിംഗ് ആണ്, ഈ വീഡിയോ ആണ് ആ ഫാമിലി ഇട്ട് കൊടുക്കുന്നത്. 100% ഇങ്ങനത്തെ വീഡിയോസാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഒരു സൈബർ അറ്റാക്കും അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമാവുന്നത് അവരുടെ ലൈഫിൽ ഇങ്ങനത്തെ വീഡിയോസാണ്. സോ അത് ഒഴിവാവണം, വേണ്ട എന്ന് തന്നെയാണ് ആ കുട്ടി പറഞ്ഞിട്ടുള്ളത്, അമൃതയും പറയുന്നത്, ആ ഫാമിലി പറയുന്നത്. അറിഞ്ഞിട്ടും കേട്ടിട്ടും വീണ്ടും വന്നിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടോ ഒട്ടും യോജിക്കാൻ പറ്റില്ല. ഓക്കെ, ഇത് വീണ്ടും ഈ പറഞ്ഞ പോലെ എന്തിനാണ്, എന്ത് കാര്യത്തിനാണ്, വേണ്ട, താല്പര്യമില്ല, ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് പോകരുത്. അതാണ് ചെയ്യേണ്ടത്. അതാണ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്, അതാണ് വേർഡ് എന്ന് പറയുന്നത്. ആ റെസ്പെക്റ്റാണ് ശരിക്കും കൊടുക്കണം. ആ കുട്ടി വേണ്ട, ഇഷ്ടമല്ല, താല്പര്യമില്ല എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ആ വേർഡ് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വരാൻ പാടില്ല. ഇത് വരുംതോറും വീണ്ടും നിങ്ങൾ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഓക്കെ, എന്നെ എഗെയിൻ ഇത് ചെയ്യാതിരിക്കുക എന്നേ പറയാനുള്ളൂ. പിന്നെ അവർക്ക് അവരവരുടെ താല്പര്യമാണ് ചെയ്യാതിരിക്കുകയുള്ളത്. എന്താണെങ്കിലും കുക്കു ഇട്ടിട്ടുള്ള വീഡിയോനകത്ത് കുറേ അധികം കാര്യങ്ങൾ അവർ സംസാരിക്കുന്നുണ്ട്, നോക്കാം. ഈ പറയുന്ന ബാല എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയായിട്ട് ആരും സംസാരിക്കില്ല. കാരണം അയാളെ പേടിയാണ്. കാരണം അവരെ അറിയാവുന്ന അയാളുടെ ഭാര്യയായിട്ട് ജീവിച്ചേക്കുന്ന ആരും അയാളെ പറ്റി സംസാരിക്കത്തില്ല. കാരണം അത്രയ്ക്കും ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാൾ. നിങ്ങൾ കാണുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന പോലെ മകളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനോ ഭാര്യയെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരു ഭർത്താവൊന്നും അല്ല അയാൾ. അയാൾ ഒരു 1-ാം തരം നടനാണ് മീഡിയയുടെ മുമ്പിൽ. അതെനിക്ക് പറയാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. കാരണം ഈ കഴിഞ്ഞിടയ്ക്ക് ഇപ്പൊ കേസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അമൃത ചേച്ചി ഈ പറയുന്ന ബാലയുടെ മുമ്പ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് സംസാരിക്കുന്ന ഫോൺ കോള് ഞാൻ കേൾക്കാനിടയായി. കാരണം ഞാൻ അവരോട് ഞാൻ കേട്ടത്. പിന്നെ കേസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവരോട് ഞാൻ എപ്പോഴും ഉണ്ട്. കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇയാൾ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുവോ. ഇയാളെ കയ്യിൽ തോക്കൊക്കെ ഉണ്ട്. ഇതിന് മുമ്പ് ഒരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ചേച്ചിയുടെ വീട്ടിൽ ഇയാൾ വടിവാളുമായിട്ട് വന്ന് വെട്ടാനൊക്കെ വന്ന ഒരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പേടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ലേഡി പറയുന്നത് ത്രട്ടൻ ചെയ്യും, പേടിയാണ്, ത്രട്ടൻ ചെയ്യും.
ത്രട്ടൺ ചെയ്യുന്നുള്ളത് കൊണ്ടും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതിന് മുമ്പ് അവർക്ക് ഉള്ളത് കൊണ്ടും അവർ പേടിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ട്. ഞാൻ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ കാര്യങ്ങൾ അന്വേഷിച്ച സമയത്തും ഈ രീതിയിലുള്ള കാര്യങ്ങൾ ബാല ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞു കേട്ടത് പലരും, ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് കുറേ പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ബാലച്ചേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ആൻഡ് ആ ഒരു റിലേഷനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞൊരു ഫേസ് ഒന്നും എനിക്ക് കണ്ടിട്ടില്ല, കാരണം അതിൻ്റെ സിറ്റുവേഷൻ വന്നിട്ടില്ല ആക്ച്വലി. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഇതേ അമൃത ബാല ഇഷ്യൂവിൽ ഞാൻ വീഡിയോ ഇട്ടിട്ട് അതിഭീകരമായിട്ട് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ വാക്പോരുണ്ടായിട്ടുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ച് നല്ല രീതിയിൽ ഒരു 8 മാസം 9 മാസം മുമ്പത്തെ ആ വീഡിയോൻ്റെ പേരിൽ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെയും പിന്നുണ്ടായ കുറച്ച് ഇൻസിഡൻസിലൊക്കെ വിളിച്ചിട്ട് പറയും, ഞാനും തിരിച്ചു പറയും. ഓക്കെ, അതിൻ്റെ ഒരു എക്സ്ട്രീം എൻഡിലേക്ക് അറിയില്ല, അത് സോഷ്യൽ മീഡിയ ആയതുകൊണ്ടും സോഷ്യൽ മീഡിയയിൽ അതായതുകൊണ്ടായിരിക്കും അവർ എക്സ്ട്രീം സൈഡ് കാണിച്ചിട്ടില്ല ഇതുവരെ. പക്ഷേ ഇവരെ ഡെഫിനറ്റ്ലി കാണിച്ചു എന്ന് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതൊക്കെ വെറും വൃത്തികെട്ട പരിപാടിയാണ്. ഓക്കെ, അങ്ങനെ ത്രട്ടൺ ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗുണ്ടായിസമാണ്. അത് എക്സ്പീരിയൻസ് ചെയ്തവർ പേടിക്കും ചെയ്യും. ഇപ്പം നമ്മളെ വീടിൻ്റെ മുന്നിലാണെന്നുണ്ടെങ്കിലും ആരെങ്കിലും തല്ലാനും വടിവാളും സാധനമൊക്കെ വെച്ച് 10 ആൾ വന്ന് നിന്ന് കഴിഞ്ഞാൽ എത്ര ചങ്കൂറ്റുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും ഒന്ന് പേടിക്കും. അവൻ്റെ ഫാമിലിയും കുടുംബവും എല്ലാം ഉള്ളതാണ്. ഇനി എത്ര ശൂരവീര പരാക്രമിയാണെങ്കിലും സ്വന്തം ജീവൻ പോകുന്നൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇത്രത്തോളം സ്ട്രോങ് ആയിട്ടാവുമ്പോൾ, അതും ആ 4 സ്ത്രീകൾ മാത്രമാണ് അവിടെ, അത് ഡെഫിനറ്റ്ലി ഭയങ്കര മോശമായിട്ടുള്ളൊരു പരിപാടിയാണ്. അത് കാണിച്ചതിനൊന്നും ഒരു രീതിയിൽ ന്യായീകരിക്കാൻ പറ്റില്ല. അതായത് അമൃതേച്ചിയുടെ കല്യാണം കഴിഞ്ഞതിന് തൊട്ടുള്ള കാര്യം ഞാൻ പറയാം. അമൃതേച്ചി ഏത് പ്രായത്തിലാണ് പുള്ളിയെ കല്യാണം കഴിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. വളരെ ചെറിയ പ്രായത്തിലാണ് വിവാഹം കഴിക്കുന്നത്, പ്രണയ വിവാഹമായിരുന്നു. അപ്പോ ആ ഒരു പ്രായത്തിൽ ഒരു പെൺകുട്ടി ഒരു പ്രണയ വിവാഹത്തിലേക്ക് കിടക്കുമ്പോൾ എന്തോ ഒരു സ്വപ്നങ്ങളും മോഹങ്ങളുമായിട്ടായിരിക്കും അതിലേക്ക് പോകുന്നത്. ആ പ്രതീക്ഷകളെല്ലാം നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു പുള്ളിക്കാരിക്ക് ആ വീട്ടിൽ കിട്ടിയത്. കല്യാണം കഴിച്ച് കാലെടുത്ത് വെച്ചപ്പോ തന്നെ പുള്ളി ആദ്യം ചെയ്തത് പുള്ളിക്കാരുടെ ഫോൺ ഇല്ലാതാക്കുക, വീട്ടുകാരുമായിട്ടുള്ള എല്ലാ കോണ്ടാക്റ്റും കട്ട് ചെയ്യുക. അതിനുശേഷം പുള്ളി ചെയ്തത് പുള്ളിയുടെ മദ്യപാനവും, പുള്ളിക്കാരന്റെ കുറെ കൂട്ടുകാരുണ്ട്, എല്ലാവരെയും കള്ളുകുടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പാതിരാത്രി ഇവർക്ക് വെച്ച് വിളമ്പി കൊടുത്ത് ഇവരുടെ എച്ചിൽ പാത്രം കഴുകലായിരുന്നു എന്റെ ചേച്ചിയുടെ മെയിൻ തൊഴിൽ. ഓക്കെ, അപ്പോ ഈ പറഞ്ഞൊരു സാധനം ഇതെനിക്ക് പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ബാല എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ വീട്ടിൽ ഒരുപാട് പേര്, അവിടെ ടൈം ഒരു സീനല്ല. അപ്പം ഞാൻ ഈ ഇഷ്യൂ ഉണ്ടായ ലൈക്ക് ഇവരുടെ ഈ ഒരു ബന്ധമുള്ള സമയത്തൊന്നുമല്ല ഞാനും ബാലച്ചേട്ടനും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, അപ്പോൾ ഏത് ടൈമിൽ ഇപ്പോൾ റീസെൻ്റ്ലി ആണെന്നുണ്ടെങ്കിൽ എനിക്കിത് പറയുന്നത് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും ആ വീടിനകത്ത് ആളുകൾ കാണുന്നുണ്ട്. മനസ്സിലായോ? ഏത് സമയത്തും ആ വീട്ടിൽ ആളുകളുണ്ട്, കുറേ ഫ്രണ്ട്സ് വരും, ഭക്ഷണം ഈ ഒരു സംഗതി സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് അന്ന് മുതലേ തുടങ്ങി കാണണം, അന്ന് മുതലേ ഉണ്ടാവുന്ന ഒരു കാര്യമായിരിക്കണം. അത് ഡെഫിനറ്റ്ലി ഇറിറ്റേറ്റിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് താമസിക്കുന്ന സമയത്ത് അതൊരു ഇറിറ്റേഷൻ തന്നെയല്ലേ? ഡെഫിനറ്റ്ലി അതൊരു ഇറിറ്റേഷനാണ്. പിന്നെ പോകുന്നവർ പലരും ചിലപ്പോൾ വിചാരിക്കും ബാല വിളിച്ച് നമുക്ക് പോവാം, ഈ മൈൻഡിൽ പോകുന്നവരായിരിക്കും. പിന്നെ മദ്യപാനവും കാര്യങ്ങളും ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓസിന് കിട്ടിയ ആസിഡ് അടിക്കാനും പോകുന്നവരുണ്ട്, അത് വേറെ കാര്യം. ഇതാണെങ്കിലും ഈ സിറ്റുവേഷൻ ഉണ്ട്. ബാലേനെ അറിയുന്നവർക്കോ അല്ലെങ്കിൽ ബാലച്ചേട്ടൻ്റെ വീടിനെ കുറിച്ച് അറിയുന്നവർക്കോ അല്ലെങ്കിൽ പോയവർക്കോ ഒക്കെ ആ സിറ്റുവേഷൻ ഇല്ലയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അവിടെ പോവാറുണ്ട്, സമയം നോക്കാറില്ല, ഭക്ഷണം കഴിക്കാറുണ്ട്, ആ ഒരു ആക്ടിവിറ്റി ഉണ്ട്. ഓക്കെ, ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ അതിനെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലി വായിൽ ചോര വരുത്തിയ ദിവസങ്ങളുണ്ട്, നിങ്ങൾക്കറിയോ? അതേപോലെ അൺനാച്ചുറൽ സെക്സ്, മാരിറ്റൽ റേപ്പ്, സെക്ഷൽ അബ്യൂസ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇയാൾ എന്റെ ചേച്ചിക്ക് നേരെ ചെയ്തിട്ടുണ്ട്. ഞാൻ അമൃത ചേച്ചിയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ഇതേ അനുഭവം തന്നെയായിരുന്നു ഈ പറയുന്ന എലിസബത്ത് എന്ന് പറയുന്ന അയാളുടെ മുൻപ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആള്. ഇവർക്ക് രണ്ടുപേർക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് സെയിം ഇഷ്യൂസ് ആണ്. ഇയാള് ഓരോ നിങ്ങൾ ഇയാൾക്ക് ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ ഉണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് അമൃത ചേച്ചി എങ്ങനെയായിരുന്നു ഇയാളെ കല്യാണം കഴിക്കുന്ന സമയത്ത്, പുള്ളിക്കാരി ഒരു പാവപ്പെട്ട ഫാമിലിയിൽ ഒരു പെണ്ണ്, പുള്ളിക്കാരിയും അങ്ങനെ ആരോടും അങ്ങനെ ഒന്നും സംസാരിക്കും, മിണ്ടാപ്രാണി പെണ്ണ്. നിങ്ങൾ എലിസബത്തിനെ എടുത്ത് നോക്കിക്കേ, പുള്ളിക്കാരി അങ്ങനെ തന്നെയല്ലേ? അതെ, പുള്ളിക്കാരിയും ആരോടും അങ്ങനെ സംസാരിക്കുന്ന ഒരു പാവപ്പെട്ട പെണ്ണിനെ തന്നെയാണ് അയാൾ കല്യാണം കഴിച്ചത്. അതായത് പുറത്തു വന്ന് സംസാരിക്കുക, അയാൾക്ക് ഭീഷണിപ്പെടുത്തി അങ്ങനെ അയാൾക്ക് നിർത്തണം, അയാൾക്ക് ഭീഷണിപ്പെടുത്തി ഇങ്ങനെ നിർത്താൻ പറ്റിയ ടൈപ്പ് ഓഫ് പെണ്ണുങ്ങളെ നോക്കി അയാൾ
കല്യാണം കഴിക്കുന്നത്. ഇത് ഈ രണ്ടുപേര് മാത്രമല്ല കേട്ടോ. ഇയാൾക്ക് ഇതിന് മുമ്പ് ആദ്യം ഇയാൾ കല്യാണം കഴിക്കുന്നത് ചന്ദന എന്ന് പറയുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് ആദ്യം കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അമൃതയോട് ഇയാൾ സംസാരിച്ച് തുടങ്ങുന്ന തന്നെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദനയുടെ നെഗറ്റീവ് പറഞ്ഞിട്ടാണ്. ചന്ദന എങ്ങനെയാണ് പുള്ളിക്കാരി പൈസ വെട്ടിച്ചു, അതാണ് ഇതാണെന്നൊക്കെ ചന്ദനെ പറ്റി പറഞ്ഞ് എനിക്ക് ആരുമില്ല, ഞാൻ സെന്റിമെന്റ്സ് തുടങ്ങിയിട്ട് പുള്ളി തുടങ്ങും. അതിനുശേഷം ആ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഒരു ഭയാനകമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യും. അതായത് അവിടെ ബ്ലാക്ക് മാജിക് ഉണ്ട്, പ്രേതമുണ്ട്, ഭൂതമുണ്ട്, അതിനുശേഷം സൗണ്ട് എഫക്ട് ഒക്കെ വെച്ചിട്ട് ഒരു പക്ക സിനിമാറ്റിക്. എത്ര പേര് ഇത് വിശ്വസിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുമെന്ന് പറയത്തില്ല, എനിക്ക് ഒരു ഉറപ്പുമില്ല. പക്ഷെ ഇതാണ് സത്യം. ഓക്കെ, ഇതില് അമൃത എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് എനിക്ക് അത്ര കോണ്ടാക്ട് ഇല്ല, അത്രയല്ല ഒട്ടും കോണ്ടാക്ട് ഇല്ല. അഭിരാമിയായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് അമൃതേനെ എനിക്ക് ഈ സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടില്ല. അമൃതയും ബാലയൊപ്പം ഉള്ളപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ എലിസബത്തും ബാലച്ചേട്ടനും ഉള്ള സമയത്ത് ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട്. പുറത്ത് ഹോട്ടലിലും ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ ഇവർ ഈ പറഞ്ഞ കാര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലേഡി ഒട്ടും സംസാരിച്ചിട്ടില്ല. എലിസബത്ത് എന്ന് പറഞ്ഞ ലേഡി വളരെ കുറച്ചേ സംസാരിച്ചിട്ടുള്ളൂ. കുറച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹായ് ബായ് കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് കുറച്ച് സംസാരിക്കാൻ അത്രയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് വീട്ടിലും ഹോട്ടലിൽ ഒരു വട്ടം ഭക്ഷണം കഴിക്കാൻ പോയി ആ ടൈമിൽ, പിന്നെ വീട്ടിലൊരു 1, 2, 3 പ്രാവശ്യം. അത് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു റെഗുലർ അങ്ങനെ ബാലച്ചേട്ടൻ്റെ വീട്ടിൽ പോകുന്ന ഒരാളൊന്നുമല്ല. ഓക്കെ, ഞാൻ കൊച്ചി പോകുമ്പോൾ തന്നെ ഞാനൊരു 5 or 10 വട്ടം പോകുന്നുണ്ടെങ്കിൽ ഒരു വട്ടം പോയിരുന്നു. പിന്നെ ആ കുറച്ചൊരു ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായല്ലോ, ചെകുത്താൻ, ആറാട്ടണ്ണൻ. അതിനുശേഷം ഞാൻ പോക്കില്ല. പിന്നെ ബിഗ് ബോസിന് ഇറങ്ങിയതിന് ശേഷം ഒരു വട്ടം പോയി. അതാണ് സംഗതി. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ എലിസബത്ത് എന്ന് പറഞ്ഞ വ്യക്തി ആ വീട്ടിലുള്ള ടൈമിൽ ഞാൻ പോയ സമയത്തൊക്കെ ഇവർ ഈ പറഞ്ഞ മൂഡിലാണ്. എലിസബത്ത് എന്ന് പറഞ്ഞ വ്യക്തി സംസാരിച്ചിട്ടില്ല, ഒട്ടും സംസാരിച്ചിട്ടില്ല. ഞാൻ തന്നെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, ഇവർ ഇത്ര സൈലൻ്റ് ആണോ, ഇവരെന്തോ ഒന്നും സംസാരിക്കാത്ത, ഭയങ്കര സൈലൻ്റ്. അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സമയത്ത് 36 റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി റൂം പോയിട്ട് ഒറ്റ കിടത്തും, കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവർ ഈ പറഞ്ഞ പാറ്റേൺ ആണെങ്കിൽ സെയിം പാറ്റേൺ സംശയിക്കണം ഡെഫിനറ്റ്ലി. ഇവർ ഈ പറഞ്ഞൊരു പാറ്റേൺ ഇവർക്കത് അറിയാം. ഈ ആളുകൾ സംസാരിച്ചത് അവർ കേട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അമൃതയാണെങ്കിൽ എലിസബത്ത് ആണെങ്കിൽ സംസാരിച്ചത് ഈ ലേഡി കേട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ പാറ്റേൺ ആ ലേഡി പറയുന്നതാണെന്നുണ്ടെങ്കിൽ അവർ സംസാരിച്ചിട്ടില്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, വെരി റയറാണ് അവർ സംസാരിക്കുന്നത്. മേ ബി ഈ പാറ്റേൺ ആയിരിക്കണം. ഈ പറയുന്ന ബാല എന്ന് പറയുന്നയാള് ഇയാൾ പക്ക പേർവേർട്ടാണ്. അതായത് എല്ലാ പെണ്ണുങ്ങളും, ഇയാൾക്ക് എത്ര പേരെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് ക്യൂ ആയിട്ട് നിർത്തിയേക്കുന്നത് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? ഇയാൾക്ക് വലിയൊരു ലിസ്റ്റ് ഉണ്ട്. ഇപ്പൊ ചന്ദന, അമൃത സുരേഷ്, എലിസബത്ത്, പിന്നെ കോകില, പിന്നെ ഇതേപോലെ ഒരു ലിസ്റ്റ് ഉണ്ട്. പുള്ളിക്ക് ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്. ഇവരൊക്കെ ഇങ്ങനെ ക്യൂ ആയിട്ട് നിർത്തിയേക്കും. അതിനകത്ത് പുള്ളിക്ക് വള്ളിയാവും തോന്നുവാണ് പുള്ളി നൈസിന് കട്ട് ചെയ്യും. അല്ലാത്ത ഈ മെയിൻ ആയിട്ട് വെച്ചേക്കുന്ന ഈ പറയുന്ന എലിസബത്തിനായിരുന്നു. ആ പുള്ളിക്കേരി ആ വീട്ടിൽ നിന്ന് പുള്ളി മാറ്റാനുള്ള വേറെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം വേറെ ഏതൊരു ജൂനിയർ ആർട്ടിസ്റ്റ് വഴിത്തൊക്കെ വീട്ടിൽ കയറി വന്നു. അപ്പൊ നിനക്ക് ഇതൊക്കെ പറ്റുവാണെങ്കിൽ ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ പെൺകൊച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയെ. അത് മാത്രമല്ല, ഒരു ഭാര്യയോട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ മോശമായുള്ള രീതിയിൽ, അതായത് സുഹൃത്തുക്കളുടെ മുമ്പില് മോശമായ ചില കാര്യങ്ങൾ പ്രേരണ അയാൾ ചെയ്യിച്ചു. മനസ്സിലായോ? അതിന്റെ വിഷമത്തിൽ പുള്ളിക്കാരി ഏകദേശം ഒരു 1, 2, 3 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? പുള്ളി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ലൈവിൽ ഇട്ടിട്ട് അങ്ങ് കരയുവോ? ഓക്കെ, ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇത്രയും വേസ്റ്റ് സിറ്റുവേഷൻ അവർ ആ വീട്ടിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പറയുമ്പോൾ കേസ് കൊടുക്കണം. കേസ് കൊടുക്കാതിരിക്കരുത്, കേസ് കൊടുത്തേ പറ്റൂ. പിന്നെ ഇവിടുത്തെ ഒരു സിസ്റ്റം എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുള്ളതിനെക്കുറിച്ച് വേറെയാണ് ചിന്ത. പക്ഷെ ഇത്രത്തോളം അനുഭവിച്ചിട്ട് ആ ഒരു സിറ്റുവേഷൻ ലൈക്ക് കേസ് കൊടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനൊരു വട്ടം അവരെ ഒരു കയ്യിൽ കെട്ടൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ചോദിച്ച സമയത്ത് എന്തോ വയ്യായികയാണ്, ഹോസ്പിറ്റലിൽ പോയി ഫ്ലൂയിലിട്ട് വന്നു, ഒട്ടും വയ്യ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറയില്ല, ഞാൻ പേഴ്സണലി ബാലച്ചേട്ടൻ്റെ അവിടെ പോകുന്ന സമയത്തും അങ്ങേരെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ചോദിച്ചിട്ടുമില്ല. ഇപ്പോൾ ഈ എലിസബത്ത് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഞാൻ പോയിട്ടുണ്ട്. അതായത് എലിസബത്ത് മാറി നിന്ന സമയത്തും എലിസബത്ത് ഉള്ളപ്പോഴും പോയിട്ടുണ്ട്. ചോദിക്കാറില്ല, ഒരു സാധനം നമ്മൾ ചോദിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ സീൻ അവിടെ അങ്ങനെ കയ്യിൽ കെട്ടായിട്ട് കണ്ട സമയത്ത് ചോദിച്ചു, എന്ത് പറ്റി, കഴിഞ്ഞു. അതും അവരല്ല, ബാലചേട്ടനാണ് റിപ്ലൈ ചെയ്തത്. അവർ പോയി കിടന്നു. ഇത് കേസായിട്ട് തന്നെ പോകണം. ഞാൻ പറയും, ഈ സോഷ്യൽ മീഡിയ ഓഡിറ്റിങ്ങിൽ നിന്ന് മാറിയിട്ട്
ഇങ്ങനൊരു വൃത്തികെട്ട ഒരു ആളാണ് ഈ ബാല എന്ന് പറഞ്ഞ വ്യക്തി എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് സഹിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ പ്രൂഫും തെളിവും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ സൊസൈറ്റിക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഡെഫിനറ്റ്ലി കേസായിട്ട് പോകണമെന്ന് ഞാൻ പറയും. അതേപോലെ തന്നെ എലിസബത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയും അമൃത സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയും കടന്നുപോയ വഴികൾ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അത്രമാത്രം മോശകരമായ രീതിയിലാണ് ആ പുള്ളി അവരോട് ബിഹേവ് ചെയ്തിരിക്കുന്നത്, അവര് ഫേസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ രണ്ടുപേരും കൂടെ ശരിക്കും ഒന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ചേട്ടാ നിങ്ങൾ ജയിലിലാക്കാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യം. കാരണം അത്രയ്ക്ക് ബ്രൂട്ടൽ ആയിട്ടുള്ള ബാഡ് ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ചെയ്തേക്കുന്ന ഓരോ പ്രവൃത്തിയും. നിങ്ങളത് മനസ്സിലാക്കണം. ഓഡിയൻസ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. നിങ്ങളൊന്ന് ആലോചിച്ചു, സ്വന്തം ഭാര്യയുടെ കിടപ്പറയിലെ വീഡിയോ എടുത്ത് കയ്യിൽ വെച്ചിട്ട് നാളെ നീ പോയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നത്തിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഇത് ലീക്ക് ചെയ്യുന്നു ഏതെങ്കിലും ഭർത്താക്കന്മാർ പറയൂ എന്നാ പറയുന്ന ഭർത്താവാണ് അയാൾ. എത്ര പേർക്കറിയാം? ഇതൊക്കെ എലിസബത്തും അമൃതയും തമ്മിലുള്ള സംസാരത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. എനിക്കറിയത്തില്ല ഒരു മനുഷ്യൻ ഇങ്ങനെ അത് പഠിക്കാൻ പറ്റുമോ. അതും തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് നമ്മളെല്ലാവരും പൊട്ടന്മാരാക്കിയില്ലേ ഇയാൾ. നിങ്ങളൊന്ന് ആലോചിച്ച്, ഇതിനു മുമ്പ് ഞാൻ ഇവരുടെ കൂടെ കൂടുന്നതിന് മുമ്പും ഞാൻ ഇയാളെയാണ് വിശ്വസിച്ചത്. എന്നാൽ ഇവർ കാണിക്കുന്ന ദ്രോഹം അല്ലെങ്കിൽ ഞാൻ അമൃത ചേച്ചിയെ ഞാൻ തെറ്റിദ്ധരിച്ച് ഇവരുടെ കൂടെ കൂടിയതിനു ശേഷമാണ് എനിക്ക് സത്യം മനസ്സിലായത്. വീണ്ടും ഞാൻ പറയാം, ഇതൊക്കെ ഞാൻ പറയുന്നത് കൊണ്ട് നാളെ എനിക്കോ ആ കുടുംബങ്ങൾക്കും വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ വളരെ വലുതായിരിക്കും. ഞങ്ങൾക്ക്, അതായത് അമൃത ചേച്ചിക്കും കുടുംബത്തിനും എലിസബത്തിനും കുടുംബത്തിനും നാളെ എന്തെങ്കിലും സംഭവിക്കുകയോ അവർക്ക് എന്തെങ്കിലും രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ ആണെങ്കിലും നേരിട്ടാണെങ്കിലും എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ബാല എന്ന് പറയുന്ന ആ വ്യക്തിക്ക് മാത്രമായി. എലിസബത്തിന് ഓപ്പൺ ആയിട്ട് അത് പറയാൻ പറ്റുന്നില്ല. അവർക്ക് പേടി, അവർ ജീവനം കൊണ്ട് ഓടിയതാണ് ഗുജറാത്തിലേക്ക്. നിങ്ങൾക്കറിയാം, അവർ ഗുജറാത്തിലേക്ക് ജീവനം കൊണ്ട് ഓടിയത്. അവർ പേടിച്ചിട്ട് ഇയാളെ ഇത് കാണണം. പുള്ളിക്കാരി ഈ ഒരു പറയുന്ന ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തപ്പോൾ ഇയാളെ ആ പുള്ളിക്കാരി മാനസിക രോഗിയാക്കി. അവരുടെ മുമ്പിൽ മാനസിക രോഗിയാക്കിയ ചിത്രീകരിച്ച് ഒരു സ്ത്രീയെ തളർത്താൻ പറ്റും. അതായത് ഒരു ഭർത്താവിന്റെ ഭാര്യ തളർത്താൻ രണ്ട് മാർഗ്ഗമുണ്ട്. ഒന്ന് അവരുടെ മൊറാലിറ്റിയെ കുറ്റം പറയുക, രണ്ട് അവരെ മാനസിക രോഗിയാക്കുക. ഇത് രണ്ടുമാണ് പുള്ളി ചെയ്തേക്കുന്നത്. എന്റെ ചേച്ചിയെ പറ്റി അപവാദം പറഞ്ഞു കിടക്കുന്ന പുള്ളിക്കാരിക്ക് പരപുരുഷ ബന്ധമുണ്ട്, പുള്ളിക്കാരി അങ്ങനാണ് ഇങ്ങനാണ്. ഗോപി സുന്ദർ പുള്ളിക്കാരി രണ്ടാമതൊരു വിവാഹം കഴിച്ചു. അവർ വിവാഹം കഴിച്ച് തെറ്റുണ്ടോ? നിങ്ങൾ പറ. പുള്ളിക്കാരിക്ക് ബാലയിൽ നിന്ന് കിട്ടാത്ത സ്നേഹവും കരുതലും അയാളുടെ അടുത്ത് നിന്ന് കിട്ടി. എന്തൊക്കെ പറഞ്ഞാലും ഓപ്പൺ ആയിട്ട് പറയാലോ, ഇവരെ രണ്ടുപേരെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗോപി സുന്ദറാണ് നല്ലത്. അതായത് ഞാൻ പറയുമ്പോൾ രണ്ടുപേരും കൂടി കേസിന് പോകണം. കേസിന് പോകാതെ ഒരിക്കലും ഇരിക്കും. കേസ് കൊണ്ടുപോയി കൊടുക്കണം തന്നെയാണ് പറയുന്നത്. കാരണം ഇത്രത്തോളം വളരെ മോശമായ രീതിയിൽ ലൈഫിൽ ഹരാസ്മെൻറ്റ് സഹിച്ചിട്ട് രണ്ടുപേരും നിൽക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ കേസ് കൊടുത്ത് കൃത്യം ഇതൊക്കെ ഡിജിറ്റൽ എവിഡൻസ് ആണ്. ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ ഈ വീഡിയോ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ത്രട്ടം ചെയ്യുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് ഒരു എവിഡൻസ് കാണൂല അതിനകത്ത്. അതൊക്കെ ഇനി എത്ര നശിപ്പിക്കാൻ നോക്കിയാലും ഫോണും സാധനത്തിനകത്തൊക്കെ ഫോറൻസിക്കിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ പുറത്തെടുക്കാൻ അവരെ കൊണ്ട് പറ്റും. ഓക്കെ, ഞാൻ പറയുന്നത് ഒരിക്കലും ഇത് സഹിച്ച് പിടിച്ച് നിൽക്കരുത്. ഇത് ഞാൻ അന്ന് വീഡിയോ ഇട്ടപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നെ അതിന് ഏറ്റവും കൂടുതൽ ആളുകൾ കുറ്റം പറഞ്ഞു. ഞാൻ പറഞ്ഞത് കുട്ടി വരുന്നതിന് മുമ്പ് അമൃത വീഡിയോ ഇടണമായിരുന്നു. മനസ്സിലായോ? കുട്ടി അമ്മയുടെ സൈലൻസ് കണ്ടിട്ട് വന്നതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അസംഷൻ. ഇവിടെ ഞാൻ പറഞ്ഞത് അത് മിണ്ടാതിരിക്കരുത്, പറയണം. ഇത് പറയണം എന്ന് മാത്രമല്ല, ഇതെന്താണെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ട് തന്നെ പോകണം. എനിക്ക് തോന്നുന്നത് ഈ ലേഡിയുടെ വീഡിയോ വെച്ചിട്ട് തന്നെ കേസ് എടുക്കാതെ തോന്നുന്നു. ഈ ലേഡിയുടെ വീഡിയോ വെച്ചിട്ട് തന്നെ ഇതിൽ കേസാവും, അല്ലെങ്കിൽ കേസ് എടുക്കാമെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം ഇത്രത്തോളം അവർ അനുഭവിച്ചു എന്നുള്ള ഒരു ലേഡി വിത്ത് പ്രൂഫ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സിസ്റ്റത്തിന് ഇത് വേണമെങ്കിൽ സ്വയമേവ അന്വേഷിക്കാം എന്തൊക്കെയാണ് ഇവർ അനുഭവിച്ചത്. ഒരാളുടെ എലിസബത്ത് അമൃത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ കയ്യിലുണ്ട് തെളിവ് എന്നാണ് പറഞ്ഞത്. അത് വെച്ചിട്ട് സ്വയമേവ കേസിന് എടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ബാക്കി കൂടി കേൾക്കാം. ഇപ്പൊ ഞാൻ ഈ വന്ന് പറയുന്ന ഇവർക്ക് ആർക്കും അറിയത്തില്ല. എനിക്ക് ഈ ഒരു വീഡിയോ ഇടുന്നതിൽ ആർക്കും കൂടെ ക്ഷമ ചോദിക്കാനുള്ള എലിസബത്ത് ചേച്ചിയോടും അമൃത ചേച്ചിയോടും മാത്രം. കാരണം ഞാനിത് അവരുടെ അറിവൊന്നും ചെയ്യുന്നില്ല. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നത്. ഇനി നാളെ ഇതിന്റെ പുറകിൽ എന്ത് ഭവിഷ്യത്ത് വന്നാലും ഞാൻ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. പക്ഷെ നാളെ നമ്മുടെ വീട്ടിലെ വേറൊരു പെങ്കൊച്ചിനും ഈ ഗതി വരാൻ പാടില്ല. കാരണം ഇയാളെ നാടകം തുറന്നുകൊണ്ടേയിരിക്കും, അയാൾ ഈ നാടകം കളിച്ചുകൊണ്ടേയിരിക്കും, അയാൾ ഇനിയും പെണ്ണുങ്ങളെ റേപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. സാധാരണ പെണ്ണുങ്ങളെ മാത്രമല്ല, ട്രാൻസ്ജെൻഡേഴ്സിനെ പോലും വെറുതെ വിടാത്ത മനുഷ്യനെയാൾ. അതായത് സെക്സ് വർക്കേഴ്സിനെ കൊണ്ടുപോയി അവരെ യൂസ് ചെയ്തിട്ട് പൈസ പോലും കൊടുക്കാതെ ആട്ടി പറഞ്ഞു വിടുന്ന ദുഷ്ടനാണ് ഇയാൾ. അതിന് നിലവുണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്ന സത്യമാണെന്ന് പറ, തെളിയിക്കല്ല നിങ്ങൾ തെളിയിക്കും. ഓക്കെ, അപ്പോൾ ഈ ലേഡി ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ കേസൊക്കെ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ 2 ദിവസം ഈ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ഞാൻ ആ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമായിരുന്നു ഓരോരുത്തരോട്. നമുക്ക് ചോദിക്കാൻ സോഴ്സസ് ഉണ്ട്, അറിയാൻ സോഴ്സസ് ഉണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിക്കണം. ഞാൻ ചോദിച്ചു നോക്കിയ സമയത്ത് ഈ ട്രാൻസ്ജെൻഡർ റിലേറ്റഡ് ആയിട്ടൊരു കേസ് എന്തോ പോകാൻ നേരത്ത്
അത് കേസാവുന്നതിന് മുമ്പ് തന്നെ അത് ഒതുങ്ങിപ്പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, എനിക്ക് കിട്ടിയ ഒരു സോഴ്സ് പറഞ്ഞു, ഒരു ജെനുവിനിറ്റി എന്ന് പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ മാത്രം ഒരു ഇപ്പോൾ ഈ ലേഡിയുടെ കയ്യിൽ ചിലപ്പോൾ പ്രൂഫ് വേണം, അതിൻ്റെ ഓഡിയോ പ്രൂഫോ കാര്യങ്ങളോ കാണും. ഞാൻ കാഷ്വലി അന്വേഷിച്ച സമയത്ത്, കാരണം നമുക്കറിയണം, കാരണം ഇങ്ങനൊരു കാര്യം വന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ അറിയണമല്ലോ. അപ്പോൾ ചോദിച്ച സമയത്ത് ഈ കാര്യത്തിനെ കുറിച്ച് അറിയാവുന്ന വേറൊരാളിനോട് കൃത്യമായിട്ട് പറഞ്ഞു, എടാ ഉണ്ട്, അങ്ങനൊരു സംഭവം ഉണ്ട്, ഇല്ലാത്ത കാര്യമല്ല. ഓക്കെ, അപ്പം എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇത്രത്തോളം മോശമായ രീതിയിൽ ബാല എന്ന് പറഞ്ഞ വ്യക്തി പുറമെ വിസിബിൾ, ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഞാൻ ബാലച്ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളായിട്ടുള്ള ഒരു കോൺടാക്റ്റും കാര്യങ്ങളും, ഇപ്പം ഈ ഒരു അമൃത കാര്യത്തിൽ മാത്രമാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഇടുന്ന സമയത്ത് വളരെ മറ്റേ രീതിയിലുള്ളൊരു, അതായത് ഡേ എന്നടേ ആ സാധനം വന്നിട്ടുള്ളത്, മനസ്സിലായി. അതിൽ ഞാനും എൻ്റെ അതേപോലെ തന്നെ ഞാൻ തിരിച്ച് റെസ്പോണ്ടും ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നമ്മുടെ അഭിപ്രായം പറഞ്ഞിട്ട് പോവാം, എനിക്ക് എൻ്റെ പേഴ്സ്പെക്റ്റീവ് പ്രസൻറ്റ് ചെയ്യാം. ഓക്കെ, അതിൽ ഒരാൾക്കും കയറിയിട്ട് പറയാനോ ഇടപെടാനോ അത് വേണ്ട, ഞാൻ എൻ്റെതല്ലേ പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളിലാണ് ഉണ്ടായിട്ടില്ല. അല്ലാത്ത പക്ഷം എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഈ അനുഭവിച്ച ഇത് ഇവരനുഭവിച്ചത് ഇവർ തന്നെ പറയണം. ഇത് വന്നിട്ട് ഇതിപ്പോൾ ഈ ലേഡി കേട്ടതാണ്, ഈ ലേഡിയിൽ പ്രൂഫുണ്ട്, അതുകൊണ്ട് ഈ ലേഡിക്ക് ഇത് പറയാൻ പറ്റും. ഇത്രത്തോളം സഹിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത്രത്തോളം അനുഭവിച്ചിട്ട് അത് കേസാക്കാതിരിക്കേണ്ട കാര്യവുമില്ല. ഓക്കെ, ആൻഡ് അപ്പുറത്ത് റിപ്പീറ്റ് ചെയ്യുന്നുമുണ്ട്, കുട്ടിയെ റെസ്പെക്റ്റ് ചെയ്യുന്ന വീഡിയോയിൽ വന്നിട്ട് പിന്നെയും ഇടുന്നുണ്ട്. അതിനകത്ത് വീണ്ടും പറയുന്നുണ്ട് എൻ്റെ ചോര, 10 വർഷത്തെ ഫൈറ്റ്. ആൻഡ് അമൃത ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതിനകത്ത് കുറേ കാര്യങ്ങൾ അമൃത പറയുന്നുണ്ട്. അമൃതയെക്കുറിച്ച് മോശമായ രീതിയിൽ പലരും പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറിച്ച് അവർ കേസും കൊടുത്തിട്ടുണ്ട്. അവരുടെ കേസും കാര്യങ്ങളൊക്കെ അവർ അഭിരാമി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിൽ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ആരെങ്കിലും സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ബെറ്റർ കേസോ കാര്യങ്ങളോ കൊടുത്തിട്ട്, കാരണം ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ ട്രോമ സഹിക്കണ്ടേ. ഇത് ഇപ്പോൾ എലിസബത്തിൻ്റെ കാര്യം, അമൃത പുറത്ത് വന്നു, ഇപ്പോൾ കാര്യങ്ങൾ സംസാരിച്ചു, അത് അമൃതയുടെ വശത്ത് നോക്കുമ്പോൾ അമൃതയ്ക്ക് ഒന്നും കൂടി ഒരു, ഇപ്പോൾ ഒട്ടും ഹോസ്പിറ്റലിലാണ്, ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് കാര്യങ്ങൾ അറിയിച്ചു. എലിസബത്ത് സ്റ്റിൽ ഒന്നുമില്ല. എലിസബത്ത് ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു ചാനലിൽ ഇടയ്ക്കൊരു വീഡിയോ കാണാമെന്നല്ലാതെ വേറെ ഒന്നുമില്ല അവരത്. ഓക്കെ, അത്രയും ത്രട്ടനിങ് സഹിച്ച് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ സിറ്റുവേഷൻ വളരെ മോശമായിരിക്കും. ഞാൻ പറയുമ്പോൾ അത് കേസും കാര്യങ്ങളുമായിട്ട് പോയാൽ തന്നെ ഇതിലൊരു തീരുമാനമാവുള്ളൂ. അനുഭവിപ്പിച്ച ആളെ വെറുതെ വിടാൻ പാടില്ലല്ലോ. ബെറ്റർ കേസായിട്ട് പോവുകയാണ്.